ഇപ്പോഴത്തെ ആളുകൾക്കുള്ള വീഡിയോ അല്ലത്. ഇപ്പോഴത്തെ ഒരു പ്രവാസിയും ഈ വീഡിയോ കാണരുത്. ഇതെന്നെപ്പോലെ പണ്ട് ഗൾഫിലേക്ക് വന്നവരുടെ ചെറിയൊരു അനുഭവം മാത്രമാണ്. പണ്ടൊക്കെ ഗൾഫിലേക്ക് വരുമ്പോൾ കുടുംബങ്ങളിൽ എല്ലായിടത്തും പോയിട്ട് ക്ഷണിക്കും യാത്രയപ്പിന്. അയൽവാസികളുണ്ടാവും, പള്ളിക്കത്ത് ഉസ്താദ് ദുആ ചെയ്യുണ്ടാവും, വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടാവും. മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വെള്ളം നിറച്ച ഒരു നിറകുടം നമ്മുടെ ഉമ്മറപ്പടിയിലോ നമ്മളെ മുറ്റത്ത് പടിക്കാലിൻ്റെ അവിടെയൊക്കെ അമ്മായിയോ ഇളയമോ വല്യമ്മയോ ആരെങ്കിലും കൊണ്ടുവന്നിക്കും. എല്ലാവരും കെട്ടിപ്പിടിച്ച് കരയും. സങ്കടത്തിൻ്റെ കണ്ണീരാണോ സന്തോഷത്തിൻ്റെ കണ്ണീരാണോ ഒന്നും അറിയില്ല. എന്തായാലും നമ്മുടെ ഡ്രസ്സൊക്കെ കണ്ണീരുകൊണ്ട് നനഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് ആദ്യകാലത്തെ യാത്രയപ്പ്. കാരണം അങ്ങനെ പോകുന്ന പിന്നീട് ആ യാത്രയപ്പിന് ആളുകളുടെ എണ്ണമൊക്കെ കുറയും. നമ്മുടെ വീട്ടുകാരും ഏറ്റവും അടുത്ത കുടുംബങ്ങളും അയൽവാസിയിൽ നിന്ന് ഒന്നോ രണ്ടോ പേരായിരിക്കും. അങ്ങനെ പോരും കുറേ കാലം, അതും കഴിയും. പിന്നീട് കല്യാണം കഴിച്ച് ഈ മക്കളെ യാത്ര പറഞ്ഞ് പിരിയുന്നൊരു രംഗമുണ്ടല്ലോ, അത് സഹിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ വീഡിയോ കോള്, അവിടെ ചെന്ന് വീഡിയോ കോൾ വിളിക്കുക, വാട്സപ്പിൽ വിളിക്കുക, അതൊന്നും ഈ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. കത്ത് മാത്രമേ ഉള്ളൂ, എപ്പോഴെങ്കിലും ബൂത്തിൽ ചെന്നിട്ടൊരു വിളി. ഈ മക്കളെ നമ്മൾ പിരിയണ ഒരു രംഗമുണ്ടല്ലോ, അത് സഹിക്കാൻ കഴിയില്ല. അതിങ്ങനെ അങ്ങനെ നമ്മളെ പെറിച്ചു മാറ്റുന്ന പോലെയാണ്. എന്നിട്ട് നമ്മൾ പോരും. ആർക്ക് വേണ്ടി? നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അല്ലേ? അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, നന്നായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് വരുന്നതും പോകണമെന്നും കുടുംബങ്ങൾ അറിയില്ല. നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴും മക്കളുടെ ഒരു ഉമ്മയൊക്കെ ഉണ്ടാവും, കണ്ണീരൊക്കെ ഉണ്ടാവും, ഒരുറ്റി കണ്ണീരൊക്കെ ഉണ്ടാവും. പിന്നീട് മക്കൾക്കും അതൊരു പുതുമല്ലാതായി മാറും. നമ്മളിങ്ങനെ പോരും. ആ പോരുമ്പോഴും ഏതൊരു പ്രവാസിയുടെ നമ്മുടെ വീട്ടിൽ നിന്ന്, അല്ലേ, ആ വീട് വിട്ട് ഇറങ്ങുമ്പോൾ എത്ര സ്വർഗത്തിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിലും ചെറിയൊരു പിടപ്പുണ്ടാവും. അതങ്ങനെയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ നാടും വീടും ആ മണ്ണും മഴയും മഞ്ഞൊക്കെയാണ്, അല്ലേ? അതുകൊണ്ട് ചെറിയൊരു പിടപ്പുണ്ടാവും. പിന്നീട് നമ്മൾ പോരുമ്പോൾ ആരും അറിയ പോലുമില്ല. അപ്പോഴത്തേക്ക് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെ താടിയൊക്കെ നിറച്ചിട്ടുണ്ടാവും. തിരിച്ച് നാട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുക. ഇനിയുള്ള കാലം നമ്മൾ കടം വാങ്ങി കയറ്റിയ നമ്മുടെ വീട്ടിൽ ലോൺ എടുത്ത് വാങ്ങിയ ആ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് ജീവിക്കുക. അല്ലെങ്കിൽ കുറച്ചൊരു പൈസ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കാച്ചിട്ട് പോകുന്ന 80% പ്രവാസികളും പിന്നീട് തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണ്. ഞാൻ പറഞ്ഞ പോലെ ലോൺ എടുത്ത് മേടിച്ച ആ വലിയ വീടിൻ്റെ ആ ബെഡ്റൂമിൽ കിടന്നിട്ട് ഒരു സുഖമായിട്ട് ഉറക്കം വരുന്നില്ല. ആ കുടിസായി ആ ബെഡ് സ്പേസിൽ ആ കുഞ്ഞു കട്ടിലിൽ കിടന്ന ആ കട്ടിലാണ് ഏറ്റവും സുഖം എന്ന് മനസ്സിലാക്കുക. കാരണം എന്താ, നമ്മൾ അപ്പോഴേക്കും അവരുടെ മനസ്സിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന അവരുടെ മനസ്സിൽ നമ്മൾ ഇങ്ങനെയാണ് എന്ന് സങ്കല്പിച്ച ആ സങ്കല്പത്തിൻ്റെ ചില്ലുകൊട്ടാരൊക്കെ ഉടഞ്ഞു പോവുകയാണ്. നമ്മളൊരു ശല്യമായി മാറുകയാണ്. കാരണം നമ്മുടെ ഇതൊന്നുമില്ല. നമ്മൾ എന്തിനൊക്കെയോ എവിടേക്കോ നമ്മൾ ഒരു അധികപ്പറ്റായി മാറുന്ന ചില രംഗങ്ങളുണ്ട്. എല്ലാത്തിനും നമ്മളോട് സംശയം ചോദിച്ചെന്നൊക്കെ പിന്നീട് ആ ചോദ്യങ്ങളില്ലാതെയായി.